നഗ്നത മറയ്ക്കൽ അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രധാരണം. പുരോഗമന പ്രസ്ഥാനങ്ങളും മതസംഘടനകളും പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വിഷയമാണ് വസ്ത്രധാരണവും അല്ലെങ്കിൽ ഒരാളുടെ നഗ്നത മറയ്ക്കലും. പുരോഗമന പ്രസ്ഥാനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാ മാന്യമായ വസ്ത്രം ധരിക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും ഉത്തമം എന്നാണ് അവർ പറയാറ്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യമാണ്, എന്താണ് മാന്യമായ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരാളുടെ കാലിന്റെ കണങ്കാൽ വരെയാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കയറിയിട്ട് മുട്ട് വരെയാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കയറിയിട്ട് മുട്ടിന് മുകളിലാണോ, നമുക്ക് ഫുൾ സ്ലീവ് ആണോ ഹാഫ് സ്ലീവ് ആണോ, ഇനി സ്ലീവ്ലെസ് ആണോ, ഏതാണ് നിങ്ങൾ ഈ മാന്യമായ വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെ ആയിരിക്കും, മാന്യമായ വസ്ത്രത്തിലല്ല കാര്യം, മറിച്ച് കാഴ്ചക്കാരുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവർ പറയും. അടുത്ത ചോദ്യം, നമ്മളിത് എങ്ങനെയാണ് ഈ മാനസികാവസ്ഥ പ്രശ്നമുള്ള ആൾക്കാരെ വേർതിരിച്ച് കാണാം? നമുക്കറിയില്ല, നമ്മളിപ്പോൾ ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോവാണ്, ഒരു കല്യാണത്തിന് പോവാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു പുരുഷാരം നിൽക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പറഞ്ഞ ഈ മാനസികാവസ്ഥയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയോ എൻ്റെ പെങ്ങളോ എൻ്റെ മകളോ ഒരു ഫംഗ്ഷനിലേക്ക് പോയി അവിടെ നിങ്ങൾ പറഞ്ഞ ഈ മാനസികാവസ്ഥയുള്ള ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയിലുള്ള പലരും നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ പ്രതികരിക്കണം? ഞാനത് കാണുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഞാനിത് എങ്ങനെ പ്രതികരിക്കണം? കാര്യം നമുക്കിത് അറിയാൻ കഴിയുന്നില്ല. ഇത് ആരാണ് ഈ മാനസിക പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു കൂട്ടം ജനങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ നമുക്ക് അവരുടെ ഒരു കാഴ്ച വസ്തുവായിട്ട് നിർത്തി കൊടുക്കണോ? നമ്മുടെ കുടുംബത്തിലുള്ള ആണുങ്ങളെ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു കാഴ്ച വസ്തുവാക്കി നിർത്തി കൊടുക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹത്തിന് കാഴ്ചയിലൂടെ അദ്ദേഹത്തിന് ടെസ്റ്റോസ്റ്റിറോണും സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ അനവസരത്തിൽ പ്രവർത്തിക്കുകയും നമ്മളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ദേഹത്തിലേക്ക് അനാവശ്യമായ നോട്ടങ്ങൾ പോവുകയും വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വരെ അവസാനിക്കാറുണ്ട്. അപ്പം നമ്മൾ മാന്യമായ വസ്ത്രം ധരിച്ചാലോ ഒന്നും നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഏതുവരെ? നമ്മളുടെ സമൂഹത്തിലെ ഈ തരത്തിലുള്ള മാനസിക രോഗികളെ കണ്ടെത്തുന്നത് വരെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവും പവിത്രമായൊരു വസ്തു മറ്റുള്ളവരുടെ നോട്ടം കൊണ്ടോ ലൈംഗിക ചുവ കലർന്ന സംസാരങ്ങൾ കൊണ്ടോ നമ്മൾ വേദന ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുക? അവിടെയാണ് മതങ്ങളുടെ പ്രസക്തി വരുന്നത്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് ജെൻഡറിനും, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, രണ്ടുപേർക്കും വസ്ത്രധാരണത്തിൽ ഇസ്ലാം കൃത്യമായ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്. എന്താണ് ആ നിബന്ധനകൾ? ആ നിബന്ധനയാണ് പർദ്ദയുടെ ഇരുണ്ട ജീവിതമെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ അവരുടെ ലൈഫും അവരുടെ കുടുംബ ജീവിതവും വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പർദ്ദ എന്ന വസ്ത്രധാരണത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവർ ചിത്രീകരിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. കാരണം കൃത്യമായ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷിതത്വം കിട്ടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഫ്രീഡം ഇല്ലായ്മയും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള പർദ്ദധാരിയായ ഒരു മുസ്ലിം സ്ത്രീയെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, എത്രത്തോളം നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം സമൂഹത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും.